നമസ്കാരം. ഈ രീതിയിൽ പോയാൽ കേരള കോൺഗ്രസിന്റെ പേര് മാറ്റേണ്ടി വരുമെന്നാണ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് പറയുന്നത്. കേരള കോൺഗ്രസ് വി എന്ന് പാർട്ടിയെ അറിയപ്പെടുവാൻ ഇനി അധികം സമയം വേണ്ടിവരില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ചലക്കുന്നിൽ നടന്ന 2 ദിവസത്തെ കേരള കോൺഗ്രസ് ക്യാമ്പിലാണ് അപ്പു ജോൺ ജോസഫ് ഈ അഭിപ്രായം തുറന്നു പറഞ്ഞത്. ഭരണം മാറി കേരള കോൺഗ്രസ് അധികാരത്തിൽ വന്ന് 2 മാസം പിന്നിട്ടിട്ടും അർഹിക്കുന്ന സ്ഥാനങ്ങളിൽ പാർട്ടി പ്രവർത്തകരെ നിശ്ചയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് പരാതി. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കേരള കോൺഗ്രസ് വിധേയൻ എന്ന പേര് പാർട്ടിക്ക് വീഴുമോ എന്നാണ് അപ്പുവിന്റെ ആശങ്ക. അങ്ങനെയായാൽ LDFിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഗതിയിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പോടെ ഈ പാർട്ടിയും കൂപ്പുകുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേരള കോൺഗ്രസിന് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ ചോദിച്ചു വാങ്ങാതെ കോൺഗ്രസിന് വിധേയപ്പെട്ട് നിൽക്കുകയാണ് പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെന്നാണ് ചലക്കുന്ന് ക്യാമ്പിൽ പങ്കെടുത്തവരിൽ ഭൂരിപക്ഷം പേരും പങ്കുവയ്ക്കുന്നത്. കേരള കോൺഗ്രസിന്റെ കാൽക്കീഴിലുള്ള സ്ഥാനമാനങ്ങളിൽ പോലും സ്നേഹത്തിന്റെ പേര് പറഞ്ഞും വിരട്ടിയും കോൺഗ്രസുകാർ കയറിക്കൂടാൻ ശ്രമിക്കുന്ന ദയനീയ കാഴ്ചയാണ് കണ്ടുവരുന്നത്. 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ കയറിക്കൂടിയ മാണി ഗ്രൂപ്പും ഇതേ തെറ്റ് തന്നെയാണ് ചെയ്തതെന്ന് പലരും അഭിപ്രായപ്പെട്ടു. ആദ്യത്തെ തെറ്റ് പാർട്ടിക്ക് അവകാശപ്പെട്ട 2 മന്ത്രിസ്ഥാനം ചോദിച്ചു വാങ്ങിയില്ല എന്നുള്ളതാണ്. ഇവിടെയും കേരള കോൺഗ്രസ് അങ്ങനെ തന്നെയാണ് അനുവർത്തിച്ചത്. ഒപ്പം പാർട്ടി പ്രവർത്തകർക്ക് അർഹതയുള്ള GP സ്ഥാനങ്ങളും കോർപ്പറേഷൻ ബോർഡ് മെമ്പർ സ്ഥാനങ്ങളും അതുപോലെ തന്നെ ചെയർമാൻ സ്ഥാനങ്ങളും ഒന്നും ചോദിച്ചു വാങ്ങുവാൻ അന്ന് മാണി ഗ്രൂപ്പിന് കഴിഞ്ഞില്ല. ചരിത്രം ആവർത്തിക്കുകയാണെന്നാണ് ക്യാമ്പിൽ ഉയർന്നു കേട്ട പ്രധാന വിമർശനം. ഏതാണ്ട് 150ഓളം കോർപ്പറേഷനുകളും ബോർഡുകളും ഉള്ളതിൽ ഓരോ ബോർഡ് മെമ്പർ സ്ഥാനം വീതം ചോദിച്ചു വാങ്ങിയാൽ പോലും 150 പാർട്ടി പ്രവർത്തകർക്ക് അംഗീകാരമാകും. 150ഓളം GPമാർ ഉള്ളതിൽ കേവലം 4-5 എണ്ണം മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കിട്ടിയിട്ടുള്ളത്. 2011 മന്ത്രിസഭയിൽ 35 എണ്ണത്തിൽ കുറയാതെ കിട്ടിയ സ്ഥാനത്താണ് ഇപ്പോൾ 5 ഒതുക്കിയത്. ഏറെ പ്രധാനപ്പെട്ടത് 2 മന്ത്രിമാരെ ചോദിച്ചു വാങ്ങിയില്ല എന്നുള്ളതാണ്. 2 മന്ത്രിമാർ ലഭിച്ചിരുന്നുവെങ്കിൽ ഉണ്ണിയാടനെ മന്ത്രിയാക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതിന് തുനിയാഞ്ഞതെന്ന ആക്ഷേപം ശക്തമായി നിൽക്കുന്നു. 2021 മാണി ഗ്രൂപ്പിനും ഇത് തന്നെയാണ് സംഭവിച്ചത്. അന്നും 2 മന്ത്രിമാർക്ക് സാധ്യതയുണ്ടായിരുന്നു. എങ്കിലും കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു കേരള കോൺഗ്രസ് മന്ത്രി ഉണ്ടാകാതിരിക്കാൻ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലെ വാസവനും കേരള കോൺഗ്രസിലെ താക്കോൽ സ്ഥാനീയനും കഠിനമായി ശ്രമിച്ചു. മാത്രമല്ല അന്നും GP സ്ഥാനങ്ങൾ മുതൽ ബോർഡ് കോർപ്പറേഷൻ മെമ്പർമാർ വരെയുള്ള സ്ഥാനമാനങ്ങൾ ഒന്നും ചോദിച്ചു വാങ്ങിയില്ലെന്ന് മാത്രമല്ല, ചിലരോട് അടുത്തു നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമായി അപൂർവം ചില സ്ഥാനങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്തു. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർക്ക് നട്ടവനും നനച്ചവനും ഒന്നും നൽകിയില്ല. പകരം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന അന്ന് വൈകുന്നേരം 4 മണി വരെയും മോനിപ്പള്ളി ജംഗ്ഷനിൽ ഇരുന്ന് KM മാണിയെയും ജോസ് കെ മാണിയെയും പിതൃസ്തുതി ചൊല്ലിയ വക്കീലിന് വരെ GP സ്ഥാനം കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ ആക്ഷേപങ്ങൾ ജോസഫ് ഗ്രൂപ്പിനും ബാധകമാണെന്ന് ഓർമ്മ വേണം. ഇങ്ങനെ പോയാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കേരള കോൺഗ്രസ് വി അല്ലെങ്കിൽ വിധേയൻ എന്ന് തന്നെ പേര് മാറ്റേണ്ടി വരും. അതാണ് അപ്പു ജോൺ ജോസഫിന്റെ ആശങ്കയും.